ഇങ്ങൊന്ന് വന്നേടേ വാ. കാര്യം പറയുന്നുണ്ട്. ഞാനത് പറഞ്ഞ ഏട്ടന് ഫീലാവുമെന്ന് എനിക്കറിയത്തില്ല. നമ്മളത് ചെയ്യില്ലേ, ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പെയിനാണ്. കുറച്ച് ഫോർ പ്ലേയും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ഇതെവിടെ നിനക്കൊരു പുതിയ വാക്ക് കിട്ടിയേ? അതും നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാറായോ? ഞാൻ പിന്നെ ആരുടെ അടുത്ത് ഇതൊക്കെ പറയണ്ടേ? എൻ്റെ ഭർത്താവിൻ്റെ അടുത്തല്ല ഞാൻ അതൊക്കെ പറയേണ്ടത്. വാടി. എന്നെ കൊണ്ട് ഇപ്പോൾ പറ്റത്തില്ല. വിട്ട്. ഞാൻ പറയുന്നത് ഫുള്ളും കേൾക്കണം നിങ്ങൾ. കേക്കാടി, ഞാൻ നിനക്ക് സുഖം അങ്ങ് തരട്ടെ കുറച്ച്. ആരാ പറഞ്ഞു നിങ്ങൾ എനിക്ക് സുഖം തരുവാന്ന്? അതെനിക്കും കൂടെ ഫീൽ ചെയ്യണ്ടേ? അതോ നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രം മതിയോ ഈ സുഖം? എനിക്ക് ശരിക്കും വേദന എടുക്കുക. അതൊക്കെ കുറച്ച് ചെയ്യുമ്പോൾ അങ്ങ് ശരിയായിക്കോളും. ഇതെന്നും ചെയ്യാത്തതുകൊണ്ടാ. എന്നും ചെയ്തോണ്ടല്ലോ നല്ല സുഖമായിട്ട് പരിപാടി കഴിയും. നിങ്ങൾ ഈ ജിമ്മിലോ അതോ എക്സസൈസിലോ ഒക്കെ പോകുമ്പോൾ നിങ്ങൾ എന്തിനാ ഈ വാമപ്പ് ചെയ്യുന്നത്? എന്നാൽ നേരിട്ട് അങ്ങോട്ടേക്ക് ജിം ചെയ്യാനും എക്സസൈസ് ചെയ്യാനും തുടങ്ങിയാൽ പോരെ? ആ വാമപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഫോർ പ്ലേയും. എൻ്റെ ശരീരത്തെ എനിക്കൊന്ന് റെഡിയാക്കി എടുക്കണം. സത്യം പറ, നിനക്കതാരാ പറഞ്ഞു തന്നേ? ഇതെങ്ങനെയാ നിനക്ക് അറിയാവുന്നേ? സത്യം പറഞ്ഞോ? ഓ, ഇതെനിക്കിപ്പം അറിയാവുന്ന ആളെ ഇപ്പോഴത്തെ പ്രശ്നം വിട്ടെ. ഇതാരും എനിക്ക് പറഞ്ഞു തന്നതല്ല, എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ നിന്നോട് പറഞ്ഞത്. അതിപ്പം ഇത് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് പെയിൻ എന്ന് ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ നോക്കി. അപ്പോൾ അതിന് സഹായിക്കുന്ന കുറേ കാര്യങ്ങൾ ഗൂഗിളിൽ കാണിച്ചു തന്നു. അതായത് ഫോർ പ്ലേ. സത്യം പറയടി, ഏതോനാടി ഇത് പറഞ്ഞു നിനക്ക്? അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ. ഞാൻ വിചാരിക്കൂടി, ഇത്ര നാളില്ലാത്തൊരു ഇളക്കം നിനക്ക്. ഇങ്ങനെയൊക്കെ ചെയ്താലുണ്ടല്ലോ നിനക്ക് ലൈഫ് നശിച്ചു. എങ്ങനെയൊക്കെ ചെയ്താൽ ലൈഫ് നശിക്കുമെന്ന്? ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിലാണ് നിങ്ങളെ ലൈഫ് നശിക്കുന്നത്. എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പോയിട്ട് വെറുപ്പ് തോന്നി തുടങ്ങും. കാരണം നിങ്ങളെൻ്റെ ഇമോഷൻസിന് വാല്യൂ തരുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. നീ എന്താന്ന് വെച്ചാൽ ചെയ്യും. എൻ്റെ മൂഡ് ഫുള്ളും പോയി. എവിടെയാന്ന് വെച്ചാൽ പോയി കിടന്നുറങ്ങും.